എൻ്റെ അച്ഛൻ്റെ അച്ഛൻ നാട്ടിൽ അറിയപ്പെടുന്ന വൈദ്യൻ മാത്രമല്ല കവി കൂടിയായിരുന്നു. പുലിയൂർ ലക്ഷ്മണൻ പിള്ള. അദ്ദേഹം നമ്മുടെ കുഞ്ഞിരാമൻ നായർ, ഇടശ്ശേരി ആ ഒരു തലമുറയിൽപ്പെട്ട ആളാണ്. ഇപ്പം മരിച്ചിട്ട് 66-67 വർഷം വരും. ഞാൻ എൻ്റെ പെറ്റേണൽ ഗ്രാൻഡ് പാ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഞാൻ ജനിക്കുന്നതിന് ഒരു 3 വർഷം മുമ്പേ പുലിയൂർ ലക്ഷ്മണൻ പിള്ള എന്ന എൻ്റെ വൈദ്യനും കവിയുമായിരുന്ന മുത്തച്ഛൻ മരിച്ചുപോയി. അദ്ദേഹം കവിയായിരുന്നു. അതുകൊണ്ടായിരിക്കാം, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു പ്രയോഗമുണ്ടല്ലോ, ഞാൻ 9 വയസ്സ് മുതലേ കവിത എഴുതാനുള്ള പ്രവണതകൾ കാണിക്കുക മാത്രമല്ല, കവിത എഴുതുകയും ചെയ്യുമായിരുന്നു. ഏറ്റവും ആദ്യം എഴുതിയ കവിത പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ആവർത്തിച്ച് പറയാതെ നിവർത്തിയില്ലല്ലോ. നമ്മുടെ അച്ഛനാര് അമ്മയാര് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പേര് മാറ്റി പറയാൻ പറ്റില്ലല്ലോ, ഒരിക്കൽ പറഞ്ഞു പോയതുകൊണ്ട്. നമ്മുടെ മാറ്റാൻ പറ്റാത്ത ബാല്യകാല വാസ്തവങ്ങളൊക്കെ ചോദിക്കുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യം പറയാനുമില്ല. ഇത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്, എൻ്റെ ഓർമ്മകളുടെ അടിക്കല്ലാണ് ഇതെല്ലാം. അപ്പോൾ എന്നെ 9ാമത്തെ വയസ്സിൽ തന്നെ കവിത എഴുതാനുള്ള പ്രേരണ വേണ്ടതിലധികമുള്ള ഒരു കുട്ടി എന്നുള്ള നിലയിൽ എൻ്റെ പരുത്തിക്കുഴി പ്രൈമറി സ്കൂളിലുണ്ടായിരുന്ന ഗുരുജനങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു. ഞങ്ങൾക്കന്ന് 4ാം ക്ലാസ്സിൽ കാട്ടുതീയിൽപ്പെട്ട കുടുംബം എന്നൊരു പാഠ്യഭാഗമുണ്ടായിരുന്നു. അത് ജരിതപക്ഷി നമ്മുടെ ഖാണ്ഡവ വനത്തിന് തീപിടിക്കുമ്പോൾ കുട്ടികൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി ആഹാരം തേടി പറന്ന് ആ ആഹാരവുമായിട്ട് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ആ ജരിതപക്ഷിയുടെ കൂടിരുന്ന മരത്തിന് തീ പിടിക്കുന്ന കാഴ്ച കണ്ട് വിലപിക്കുന്ന ഭാഗമാണ്. മഹാകവി എഴുത്തച്ഛൻ മഹാഭാരതം എന്ന് പറയുന്ന ആ വലിയ ഇതിഹാസ കാവ്യത്തിൽ നിന്നും പരാവർത്തനം ചെയ്ത് മലയാളത്തിൽ എഴുതിയ ആ കാവ്യത്തിൻ്റെ കിളിപ്പാട്ടിൻ്റെ ഒരു പ്രത്യേക പോർഷൻ. ഒരുപാട് കിളികൾ ചത്തുകിടക്കുന്നത് ഞാൻ കുഞ്ഞുനാളിലെ കണ്ടിട്ടുണ്ട്. ഒരുപാട് കിളികൾക്ക് തീപ്പൊള്ളലേൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് കിളികൾ അബദ്ധവശാൽ വിഷം തിന്ന് ചാവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ അറിയാതെ അങ്ങനെ 1-2 കിളിക്കൊലപാതകവും നടത്തിയിട്ടുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ തത്തയാണ്, തത്ത, പച്ചത്തത്ത. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറവും ഇപ്പുറമൊക്കെ ഉള്ള വലിയ വയലിലും 15 ഇടങ്ങഴിയിലും അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരിലുള്ള പാടങ്ങൾ ചുറ്റുമുണ്ടായിരുന്നു. അവിടെയെല്ലാം കതിര് വിളഞ്ഞു കിടക്കുമ്പോൾ പച്ച പനം തത്തകൾ ഇങ്ങനെ കൂട്ടമായിട്ട് വന്ന് വീഴും. അപ്പോൾ ചിലപ്പോഴെല്ലാം 1-2 തത്തകളൊക്കെ പല സൂത്രങ്ങളിൽ കുട്ടികളായിട്ടുള്ള ഞങ്ങൾ പിടിച്ചിട്ട് എന്ത് ചെയ്യും? കൊച്ചുകുട്ടികളല്ലേ, അപ്പോൾ ആരും അങ്ങനെ ഒന്നും പറയില്ല. വീട്ടിലൊക്കെ ഉള്ളവരൊക്കെ വേറെ എന്തെങ്കിലും ജോലികളിൽ ഏർപ്പെടുകയായിരിക്കും. ഞങ്ങൾക്കൊരു 8-9 വയസ്സൊക്കെ ഉള്ളൂ. ഞങ്ങൾ എന്ത് ചെയ്യും? വീട്ടിൽ നിന്നുള്ള അമ്മ ഒക്കെ വയ്ക്കുന്ന കറിയും ചോറും ഒക്കെ ഒരു കിണ്ണത്തിൽ എടുത്തുകൊണ്ട് വന്ന്, ഒരു ചെറിയ പാത്രത്തിൽ പ്ലേറ്റിൽ എടുത്തുകൊണ്ട് വന്നിട്ട് സ്നേഹത്തോടു കൂടി ഈ തത്തയ്ക്ക് കൊടുക്കും. പക്ഷേ തത്ത എന്ത് ചെയ്യുമെന്നറിയോ? ഉപ്പ് ചേർത്ത ആഹാരം തത്തയ്ക്ക് കൊടുത്താൽ തത്തയുടെ BP കൂടി അത് ചത്തുപോകും. ഇന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ കുട്ടികൾ ചിരിക്കും. അങ്ങനെ ചത്തുപോകുമോ എന്ന് ചോദിക്കും. അങ്ങനെ ചത്തുപോകും. ഉപ്പ് ചെല്ലുമ്പോൾ ഈ തത്തയുടെ ശരീരത്തിലുള്ള BP കൂടുമെന്ന് ഞാൻ ഊഹിച്ചെടുക്കുകയാണ്. എന്തായാലും ഉച്ചയ്ക്ക് തത്തയ്ക്ക് വീട്ടിലുണ്ടാക്കുന്ന ചോറും കറിയും, അത് തീയലായിരിക്കാം, അല്ലെങ്കിൽ തോരനായിരിക്കാം, അല്ലെങ്കിൽ മീൻ കറിയായിരിക്കാം, എന്താണെങ്കിലും തത്തയ്ക്ക് ആഹാരം കൊടുത്തിട്ട് ഞങ്ങൾ വൈകിട്ട് ഓടിച്ചാടി കളിച്ചിട്ട് ആ തത്തയെ അടച്ചിട്ടേക്കുന്ന കൂട്ടിൽ വരുമ്പോൾ അത് ചത്ത് കിടക്കുന്നത് കാണും. ഇങ്ങനെ ഒരുപാട് കിളികൾ ചാവുന്നത് കണ്ട് കുട്ടിക്കാലം കഴിക്കുമ്പോഴാണ് കാട്ടുതീയിൽപ്പെട്ട കുടുംബം എന്ന പാഠ്യഭാഗം പഠിക്കാനുണ്ടായിരുന്നത്. കാട്ടുതീയിൽപ്പെട്ട് വെന്തെരിയുന്ന ജരിതപക്ഷി എന്ന അമ്മയുടെ കുടുംബം, ആ ജരിതപക്ഷി ഇങ്ങനെ നിലവിളിക്കുന്നതായിട്ടാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന നമ്മുടെ മഹാകവി എഴുതി വച്ചേക്കുന്നത്. അതെൻ്റെ ഹൃദയത്തിൽ കയറി കൊണ്ടു. ജരിതപക്ഷിയുടെ ദുഃഖം എനിക്ക് കെട്ടടങ്ങിയില്ല എൻ്റെ ഹൃദയത്തിൽ. എനിക്കതിനെ തേച്ചു മായ്ച്ച് കളയാൻ പറ്റിയില്ല. രാത്രി ഞാൻ ഉറങ്ങാതെ കിടന്നിട്ട് രാവിലെ എണീറ്റ് രഹസ്യമായിട്ട് എൻ്റേതായിട്ടുള്ള രീതിയിൽ ആ കിളിയുടെ ദുഃഖം ആദ്യമായിട്ട് പകർത്തി വെച്ചതാണ് എൻ്റെ കവിത. എന്ന് പറഞ്ഞാൽ അഭിമാനത്തോടു കൂടി ഞാൻ പറയട്ടെ, ഞാൻ അനുധാവനം ചെയ്ത് തുടങ്ങിയത് നമ്മുടെ ഭാഷാപിതാവായിട്ടുള്ള തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെയാണ്. അതിന്ന് എനിക്കൊരു വലിയ ഊർജ്ജമായിട്ട് തോന്നുന്നു. ഞാൻ കൈപിടിച്ച് നടക്കാൻ ആദ്യം ശ്രമിച്ചത് ലോകോത്തരനായിട്ടുള്ളൊരു വലിയ ഗുരുവിൻ്റെ വിരലുകളിലാണ്. ഇതെൻ്റെ ആദ്യത്തെ കാവ്യ സംരംഭമായിട്ട് പറയാം. ആ കവിതയുടെ പേരെന്തെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ എന്തോ രഹസ്യവിദ്യ ചെയ്യുന്നത് പോലെ
ഞാൻ അച്ഛൻ മരുന്നുണ്ടാക്കുന്ന, ഞങ്ങൾ മരുന്നൂറി എന്നാണ് പറയുന്നത്, ആ മരുന്നൂറിയിൽ ഉരുളിൻ്റെ മരുന്നിടിക്കുന്ന ഉരളിൻ്റെ അടുത്തിരുന്നാണ് ഞാനത് എഴുതുന്നത്. അത് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കവിടെ ഒരു സരള ചേച്ചിയുണ്ട്, എൻ്റെ അമ്മായിയുടെ മോള്. ആ സരള ചേച്ചി വന്ന് ജനാല തുറന്നു നോക്കിയപ്പോൾ ഗിരി എന്തോ ഇരുന്ന് എഴുതുന്നു. ഇതാ ഗിരി എന്തോ എഴുതുന്നു എന്ന് വിളിച്ചു പറഞ്ഞത് ഞാൻ പേടിച്ച് വിറച്ചിട്ട് ആ ബുക്കെല്ലാം എടുത്ത് അടച്ചു വെച്ച ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. അത് ഇങ്ങനെ കൊഴിഞ്ഞു പോയ ഒരു ഇതൾ പോലെ എവിടെയോ നഷ്ടപ്പെട്ടു പോയി. 9ാമത്തെ വയസ്സിലാണ് ഞാൻ ആ കാവ്യാരംഭം നടത്താൻ വേണ്ടി ശ്രമിച്ചത്. അതായിരുന്നു എൻ്റെ കവിതയുടെ ആദ്യത്തെ ഓർമ്മ. അങ്ങനെയാണ് തുടങ്ങിയത്.